ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള പരീക്ഷയ്ക്ക് ഫൈനൽ എക്സാമിനേഷന് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്യ പിരമിഡ്. ഒരുപാട് കുട്ടികൾ ആശങ്കയോട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാക്യ പിരമിഡ്. സാർ എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാക്യ പിരമിഡ് രണ്ട് രീതിയിലുണ്ട് എന്നുള്ളതാണ്. രണ്ട് രീതിയിലുള്ള വാക്യ പിരമിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇത് ഏത് രീതിയിലുള്ള വാക്യ പിരമിഡ് ആണ് എന്ന് വന്നത് എന്ന് നമ്മൾ ആദ്യം ബോധ്യപ്പെടണം. അതിനുശേഷം വേണം അതിന്റെ ആൻസറിലേക്ക് പോകാൻ. ഓക്കെ മക്കളെ, നമുക്ക് യാതൊരു തെറ്റും കൂടാതെ ഈ രണ്ട് ടൈപ്പ് വാക്യ പിരമിഡും എങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നമുക്ക് ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് ഏത് ചോദ്യം വന്നാലും എഴുതാൻ കഴിയും. നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ, വാക്യ പിരമിഡാണ് നമുക്ക് വരുന്നത്. വാക്യ പിരമിഡ് രണ്ട് തരത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന് നോക്ക്, നിങ്ങൾ ഇവിടെ വന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാക്യ പിരമിഡ് പൂർത്തീകരയും എന്നിവിടെ തന്നിരിക്കുന്നത്. വാക്യ പിരമിഡ് പൂർത്തീകരയും എന്നാണ് തന്നിരിക്കുന്നത്. ഈ വാക്യ പിരമിഡിന്റെ പ്രത്യേകത ബ്രാക്കറ്റിൽ രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ബ്രാക്കറ്റിൽ രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ ബ്രാക്കറ്റിൽ രണ്ട് വാക്കുകൾ തന്ന വാക്യ പിരമിഡ് ആണെങ്കിൽ ആദ്യം ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ രണ്ട് വരികൾ മാത്രമേ തരുകയുള്ളൂ. ബ്രാക്കറ്റിൽ വാക്യ പിരമിഡ് വേർഡ് മീനിങ് വാക്കുകൾ തന്നിട്ടുണ്ട് എങ്കിൽ, രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ രണ്ട് വരിയാണ് നമുക്ക് തരുന്നത്. എന്നിട്ട് മൂന്നാമത്തെ വരിയിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് ഒരു വാക്ക് ചേർക്കുകയും ഈ രണ്ടാമത്തെ വരിയുള്ളത് മുഴുവനും ഇവിടെ എഴുതുകയും വേണം. നാലാമത്തെ വരിയിൽ നമ്മൾ അടുത്ത വാക്ക് ചേർക്കുകയും മൂന്നാമത്തെ വരിയിൽ എന്തെല്ലാം എഴുതിയോ അതെല്ലാം നമ്മൾ നാലാമത്തെ വരിയിൽ എഴുതുകയും വേണം. ഇവിടെ ഒരു വാക്ക് ചേർക്കുകയും വേണം. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് വാക്ക് ചേർക്കണം, നമുക്ക് ഏത് വാക്ക് വെച്ചാലും ശരിയാണ് എന്നും തോന്നും. പക്ഷെ കുറേം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ശരിയായത് ഏതാണ് ആദ്യം വെക്കേണ്ടത് മനസ്സിലാവും. ഇവിടെ നോക്കൂ, ബച്ചെ ആത്തേഹെ എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികൾ വരുന്നു എന്നാണ്. ബച്ചെ ആത്തേഹെ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ വരുന്നു. ബച്ചെ കക്ഷാമേ ആത്തേഹെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു എന്നാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വരി എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് വെക്കണം. ഗണിതക്കി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ സമയപ്പർ എന്ന് പറഞ്ഞാൽ സമയത്ത്. ബീർബഹൂട്ടി എന്ന് പറയുന്ന പാഠത്തിലെ സുരേന്ദ്ര മാസ്റ്ററുടെ പാഠഭാഗം എത്തുമ്പോഴുള്ള വരിയാണിത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗണിതക്ക് ബച്ചെ കക്ഷാമേ ആത്തെ, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു, കുട്ടികൾ സമയത്ത് ക്ലാസ്സിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. മാത്സിന്റെ ക്ലാസ്സിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഏറ്റവും ശരി ഏതായിരിക്കും? കുട്ടികൾ മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ വരുന്നു എന്നാണ്. മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ വരുന്നു. അടുത്ത വരിയിൽ നമ്മൾ എഴുതുമ്പോൾ ബച്ചെ കുട്ടികൾ കറക്റ്റ് സമയത്ത് മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ വരുന്നു എന്ന്. അതിൽ ഒരു കാരണവശാൽ തെറ്റിപ്പോയില്ല, കാരണം അത്രയും സ്ട്രോങ് ആണ് സുരേന്ദ്ര മാസ്റ്റർ. അപ്പൊ അങ്ങനെ എഴുതുന്നതായിരിക്കും ശരി. നോക്കൂ മക്കളെ, ബച്ചെ ആത്തേഹെ കുട്ടികൾ വരുന്നു, ബച്ചെ കക്ഷാമേ ആത്തേ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. എന്നിട്ട് ബച്ചെ കഴിഞ്ഞിട്ട് ബച്ചെ ഗണിതക്കി കുട്ടികൾ മാത്തമാറ്റിക്സിന്റെ കക്ഷാമേ ആത്തേ ക്ലാസ്സിൽ വരുന്നു. അതിൽ എങ്ങനെയാണ് ആ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ വരുന്നത്? ബച്ചെ കുട്ടികൾ സമയപ്പർ കറക്റ്റ് സമയത്ത് ഗണിതക്കി കക്ഷാമേ ആത്തേ മാത്സിന്റെ ക്ലാസ്സിൽ വരുന്നു. അല്പം വൈകി കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. എല്ലാ കുട്ടികളും മാത്സിന്റെ ക്ലാസ് ബെല്ലടിക്കുന്ന സമയത്ത് ഫുൾ പ്രസന്റ് ആയിരിക്കും. ഒരു കുട്ടി പോലും പുറത്തുണ്ടാവില്ല. അത് ആ അധ്യാപകന്റെ വളരെ സ്ട്രോങ് ആയ അധ്യാപകനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വാക്യ പിരമിഡ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ബച്ചെ ഗണിതക്കി കക്ഷാമേ ആത്തേ കുട്ടികൾ മാത്സിന്റെ ക്ലാസ്സിൽ വരുന്നു. അതെങ്ങനെ വരുന്നു? ബച്ചെ സമയപ്പർ കറക്റ്റ് സമയത്ത് ഗണിതക്കി കക്ഷാമേ ആത്തേ മാത്സിന്റെ ക്ലാസ്സിൽ വരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അർത്ഥം ഒന്ന് നോക്കി മനസ്സിലാക്കി നമുക്ക് എഴുതാൻ കഴിയണം. രണ്ട് വാക്കുകൾ തന്ന വാക്യ പിരമിഡ് ആണെങ്കിൽ ആദ്യത്തെ രണ്ട് വരി മാത്രമേ ഉണ്ടാവൂ. പിന്നെ അവസാനത്തത് രണ്ട് വരിയിലേക്ക് നമ്മൾ ഓരോന്നിലും ഓരോ വാക്ക് ചേർക്കണം. ഓരോന്നിലും ഓരോ വാക്ക് ചേർക്കുന്ന ഇവിടെ ഒരു വാക്കും മറ്റേതിൽ വേറൊരു വാക്കും, അങ്ങനെയല്ല. മൂന്നാമത്തെ വാക്കിൽ ചേർത്തിരിക്കുന്ന വാക്കിനെ ഉൾപ്പെടെ മൊത്തം വരിയെ താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ അടുത്ത വാക്ക് ചേർക്കേണ്ടത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിലുള്ളത് മുഴുവൻ ഈ വരിയിലുണ്ടാവും, രണ്ടാമത്തെ വരിയിലുള്ളത് മുഴുവൻ മൂന്നാമത്തെ വരിയിലുണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് ഒരു വാക്കുണ്ടാവും. മൂന്നാമത്തെ വരിയുള്ളത് മുഴുവൻ നാലാമത്തെ വരിയിലുണ്ടാവും, കൂടാതെ ഇവിടെ ബ്രാക്കറ്റിൽ ഒരു വാക്കും കൂടി ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് വാക്ക് തന്നാൽ വാക്യ പിരമിഡ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വാക്യ പിരമിഡ് നോക്കൂ. ഈ വാക്യ പിരമിഡ് നോക്കൂ. വാക്യ പിരമിഡ് പൂർത്തീകരേ, പക്ഷെ ബ്രാക്കറ്റിൽ വാക്കുകൾ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആകെ ടെൻഷനാണ്. പെട്ടെന്ന് പരീക്ഷ ഹോളിൽ വെച്ചിട്ട് അയ്യോ വാക്ക് തന്നില്ല, ഞാൻ എന്താകും? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വാക്യ പിരമിഡ് രണ്ട് രീതിയിലുണ്ട്. ബ്രാക്കറ്റിൽ വാക്ക് തരുന്നവയുണ്ട്, തരാത്തവയുണ്ട്. ഇവിടെ തരാത്തവയാണ് വന്നത്. ഈ വാക്യ പിരമിഡിനെ നമ്മൾ എങ്ങനെയാണ് ആൻസർ ഉണ്ടാക്കുന്നത്? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്രാക്കറ്റിൽ വാക്ക് തന്നിട്ടില്ല എങ്കിൽ
ഒന്നാമത്തെ വരിയും നാലാമത്തെ വരിയുമാണ് തരുന്നത്. ഓക്കെ, ഒന്നാമത്തെ വരിയും നാലാമത്തെ വരിയുമാണ് തരുന്നത്. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരിയിലൊക്കെ വാക്കുകൾ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും? നാലാമത്തെ വരിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വരണം. അപ്പൊ സമ്പൂർണമായ ഉത്തരം അടങ്ങിയതാണ് ഈ നാലാമത്തത്. അതിൽ നിന്ന് ഒന്നാമത്തെ വരിയിലുള്ളത് എവിടെ എത്തി നോക്കണം. അതിൽ ലോഗോന്നെ ഇത് അവിടെ കാണാം, ലോഗോന്നെ. ഓക്കെ, താരിഫ് കി എന്നുള്ളത് നമുക്കിത് അവിടെ കാണാം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ലോഗോനെ താരിഫ് കി എന്നുള്ളത് ഏറ്റവും മുകളിലത്തെ വരി ഇങ്ങനെയാണ് വന്നത്. ബാക്കിയുള്ളതിനെ നമ്മൾ മുറിച്ചിട്ട് അർത്ഥം നോക്കി നമ്മൾ പീസ് ആക്കിയിട്ട് ഓരോ സ്ഥലത്തേക്കും വെക്കാൻ ഉണ്ടാക്കണം. അതായത് ബ്രാക്കറ്റിൽ വാക്കില്ലാത്ത വാക്യമാണെങ്കിൽ ഒന്നാമത്തെ വരിയും അവസാനത്തെ വരിയുമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിക്കണം. ആദ്യം നോക്കൂ മക്കളെ, ലോഗോനെ താരിഫ് കി, ആ ഒന്നാമത്തെ വരി അടിയിലെ വരിയിൽ എവിടെയാണുള്ളത് നോക്കണം. ഇവിടെ നോക്ക്, ഞാൻ പച്ച ബോർഡർ കൊടുത്തിട്ടുണ്ട് ലോഗോനെ, അത് മുകളിലത്തെ ഒരു പീസാണ്. പിന്നെ താരിഫ് കി എന്നുള്ളത് എവിടെയാണ് ഇങ്ങനെ നോക്കി പോകുമ്പോൾ താരിഫ് കി എന്നുള്ളത് അവസാനമാണ് എന്ന് കണ്ടു. അപ്പോൾ ഈ വാക്യത്തെ മുറിച്ച് 2 പീസുകളാക്കിയിട്ട് ഈ അടിയിലത്തെ സെന്റൻസിന്റെ രണ്ടറ്റത്ത് വെച്ചിരിക്കുന്നു. ഇവിടെ തൊട്ടുപുറത്തൊരു വാക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോഗോനെ ഉള്ളത് ഇപ്പോഴുള്ളൊരു വാക്കിനെ നമുക്കൊരു വാക്കായിട്ട് കാണണം. ബാക്കിയുള്ള എത്രയും ലെങ്ത് ഉണ്ട് അതിനെ നമ്മൾ വായിച്ചു നോക്കും. മൊത്തം 2 ആക്കണം. നമുക്കിവിടെ വെച്ചോക്കി ആണെങ്കിൽ 2 ആക്കാം, ഒരു പീസാക്കാം. ഉസ്കെ ചോട്ടെ എന്നുള്ളത് ഒരു പീസാക്കാം. പക്ഷേ ഇവിടെ ഇത്രയും വലിയത് വരുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള സെന്റർ നോക്കണം. അങ്ങനെ വരുന്ന സമയത്ത് മൊത്തത്തിലുള്ള സെന്റർ നോക്കുക എന്നാൽ അർത്ഥവും കൂടി റെഡിയായി വരണം. അങ്ങനെ വരുമ്പോൾ മാംസെ ഹാത്ത് മിലാക്കർ എന്നുള്ളതിന് അമ്മയ്ക്ക് ഷൈക്കൻഡ് കൊടുത്തിട്ട് എന്നുള്ളത് ഒരു പീസാക്കാൻ പറ്റും. ഉസ്കെ ചോട്ടെ ബച്ചേക്ക് അവരുടെ കൊച്ചുമകനെ എന്നുള്ളതും ഒരു പീസാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലോഗോനെ ജനങ്ങൾ മാംസെ ഹാത്ത് മിലാക്കർ അമ്മയ്ക്ക് ഷൈക്കൻഡ് കൊടുത്തിട്ട് ഉസ്കെ ചോട്ടെ ബച്ചേക്ക് അവരുടെ കൊച്ചുമകനെ താരിഫ് കി ആശീർവദിച്ചു എന്നാണ്. ഓക്കെ, ആ അവസാനത്തെ വരിയിൽ നമ്മൾ ഈ വെള്ള കൈയും ചേർക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ബ്രാക്കറ്റിൽ ഉത്തരമില്ലാത്ത വാക്യം എന്നാൽ ലോഗോനെ താരിഫ് കി ജനങ്ങൾ ആശീർവദിച്ചു, ലോഗോനെ ഉസ്കെ ചോട്ടെ ബച്ചേക്ക് എന്നുള്ള താഴത്തുനിന്ന് ഒരു വരി എടുത്തുന്നത് താരിഫ് കി എന്നാക്കി. അടുത്തതിൽ ആ വരിയും പിന്നെ ഒരു വാക്ക് വെക്കണം. ലോഗോനെ ഇത് ഇവിടെ ഉള്ളതാണ്. മാംസെ ഹാത്ത് മിലാക്കർ അമ്മയെ വന്ന് കയ്യിൽ പിടിച്ചിട്ട് ഉസ്കെ ചോട്ടെ ബച്ചേക്ക് അത് മുകളിൽ നമ്മൾ കൊടുത്ത വാക്കി താരിഫ് കി. അവസാനം വരുമ്പോൾ നമുക്ക് ഇവിടെ ഒറ്റയ്ക്കൊരു വാക്ക് കഷ്ണം വരും. കൈ ലോഗോനെ ഒരുപാട് ആളുകൾ മാംസെ ഹാത്ത് മിലാക്കർ അമ്മയ്ക്ക് ഷേക്കൻഡ് കൊടുത്തിട്ട് ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരിഫ് കി അവരുടെ കൊച്ചുമകനെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു എന്നാണ്. ഇങ്ങനെ മക്കളെ വാക്യ പിരമിഡ് 2 രീതിയിലാണുള്ളത്. ബ്രാക്കറ്റിൽ 2 വാക്ക് തന്ന വാക്യ പിരമിഡ് ഉണ്ടാവും, വാക്യത്തിൽ ഒരു വാക്ക് പോലും തരാത്തത് ഉണ്ടാവും. ബ്രാക്കറ്റിൽ 2 വാക്ക് തന്നതാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ 2 വരികളാണ് ഉണ്ടാവുക. ബാക്കി 2 വരിയിൽ ഓരോ വാക്ക് വെച്ച് നമ്മൾ എഴുതണം. വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ വാക്ക് തരാത്തതാണെങ്കിൽ അതിങ്ങനെയാണ് ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ ഒന്നാമത്തെ വരിയും അവസാനത്തെ വരിയുമാണ് ഉണ്ടാകുന്നത്. അവസാനത്തെ വരിയിൽ മുറിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ വരിയിലേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ ഏത് ക്വസ്റ്റ്യൻ ആൻസറും നമുക്ക് വാക്യപരിപാടിയായിട്ട് വരുന്നത് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതുപോലെ വാക്യപരിപാടി ഇത് 2 എണ്ണം മാത്രമല്ല, നിരവധി വാക്യപരിപാടികൾ നമ്മൾ ഒന്നാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെ ഉണ്ട്. അതെല്ലാം തന്നെ നമ്മൾ മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും മെഗാ മാരത്തോൺ മിസ്സാക്കാതെ കാണുക, മുഴുവൻ മാർക്ക് സ്വന്തമാക്കുക. എല്ലാ ടൈപ്പ് ഗ്രാമറുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിക്കും. സുന്ദരമായിട്ട് നമ്മൾ മാർക്ക് വിളങ്ങും. ഓക്കെ, യെസ്, ബൈ.